ഇപ്പൊ നമ്മൾ പല പല കഥാപാത്രങ്ങളെ കുറിച്ച് പറയുമ്പം എനിക്ക് തോന്നുന്നു അടുത്തിടെയായിട്ട് നമ്മൾ റിയൽ അമ്മ കുറേ കാണുന്നുണ്ട്. അപ്പൊ റിയൽ അമ്മ എങ്ങനെയാണ്? റിയൽ അമ്മ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇവരോട് സ്ട്രിക്റ്റ് ഒക്കെ ആയിട്ടുള്ള. ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആ പോലത്തെ ഇപ്പൊ അമ്മ അല്ലേ? ഈ പറഞ്ഞല്ലോ നേരത്തെ, ഇപ്പോഴത്തെ ജനറേഷന്റെ കൂടെ നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ രക്ഷയില്ല. നമ്മളിപ്പോ നമുക്ക് എന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ കുഞ്ഞിലേക്ക് ഇവര് നമ്മൾ പിടിച്ചു നിർത്തിയിട്ട് അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അത് മതി, ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചാൽ മതി കേൾക്കും. ഇപ്പൊ പോയി ഹോസ്റ്റലിൽ നിർത്തി അവർ ഇങ്ങോട്ട് പോരും ഇല്ലേ? അപ്പൊ പഴയ ആ ഒരു എല്ലാവരും അങ്ങനെയല്ലേ, മൊത്തത്തിൽ കുട്ടികളുടെ ഒക്കെ ഒരു ഇത് മാറി. അതെ, ഇപ്പൊ കുട്ടികളുടെ കാര്യം പറയുമ്പം മൂത്ത ആള് സെറ്റിൽഡ് ആയി, രണ്ടാമത്തെ ആള് ചേച്ചിയുടെ പാത പിന്തുടർന്ന് അഭിനയത്തിലേക്ക്. എനിക്ക് തോന്നുന്നു മൂത്ത ആള് അഭിനയിക്കാൻ പറഞ്ഞ ചേച്ചി സമ്മതിച്ചിരുന്നില്ല അല്ലേ? അല്ല, അവള് പിന്നെ പി ജി വരെ പോയി. പി ജി കഴിഞ്ഞ ഉടനെ കല്യാണം കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കല്യാണവും കഴിഞ്ഞു. അപ്പൊ പിന്നെ അപ്പൊ രണ്ടാമത്തെ ആൾ അഭിനയിക്കണം എന്ന് പറയുമ്പോ ചേച്ചിയുടെ ഒരു അല്ല, അവള് മാരേജിനോട് വലിയ താല്പര്യം പറയണില്ല. ഞാൻ മാരേജ് കഴിപ്പിച്ചുവിടാൻ മാക്സിമം ശ്രമിച്ചു. അപ്പോഴൊക്കെ എനിക്ക് എന്നെ ഭീഷണിപ്പെടുത്തി. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. എന്തെങ്കിലും ഇങ്ങോട്ട് പറയട്ടെ, അത് അങ്ങനെ വെച്ചു. പിന്നെ ഡിസൈനറാണ്, ഫാഷൻ ഡിസൈനറാണ്, ഗാർഡൻ സിറ്റിയിലാണ് പഠിച്ചത്. ഡിസൈനിങ് രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ നല്ല നല്ല സ്ഥലത്തൊക്കെ തന്നെ ഡിസൈനറായിട്ട് പോയി. അപ്പൊ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ അപ്പോഴാണ് നമ്മള് രാജേഷ് വിളിക്കണത്. അങ്ങനെ പിന്നെ അതിൽ പോയി അഭിനയിച്ചു. ഇപ്പം വളരെ ചെറുപ്പത്തിൽ തന്നെ ക്ലാസിക്കൽ നർത്തകിയാണല്ലോ ചേച്ചി. അപ്പം സിനിമയിലേക്കൊക്കെ വരുമ്പം അങ്ങനെ നൃത്തത്തെ അങ്ങനെ കണ്ടിട്ടില്ല. ആ ഒരു ആഗ്രഹം ഇപ്പോഴും മനസ്സിലുണ്ട്. പിന്നെ അത് ഉണ്ടാവുമല്ലോ. നമുക്കിപ്പോ ലൈഫില് നമുക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അതിപ്പോഴും ഉണ്ടാവും അല്ലേ? നൃത്തം തന്നെയാണ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അതിപ്പോഴും അങ്ങനെ തന്നെ കിടക്കുകയാണ്. പിന്നെ പറയാ, ചില ആൾക്കാരുടെ തലവര നമ്മൾ ആഗ്രഹമുള്ള ഇതിലേക്ക് പോവാൻ പറ്റിയില്ല. പിന്നെ അവിടെ നിന്ന് അത് മുറിഞ്ഞു പോയി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വിധി വേറൊരു റൂട്ടിലേക്ക് പോയി. ആ റൂട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഞാൻ ഈയിടെ ഒരു ഇന്റർവ്യൂവിൽ കണ്ടതാണ് ചേച്ചി പറയുന്നത്, നമുക്ക് 50 വയസ്സ് വരെ മക്കൾക്ക് വേണ്ടി ജീവിക്കാം, അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടി ജീവിക്കാം. എന്താണ് അങ്ങനെ ഒരു തോന്നല്? അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. അതെന്ന് വെച്ചാല് 50 വയസ്സ് കഴിയുമ്പോഴാണ് നമ്മളെ ഹെൽത്തൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങേണ്ടത് അല്ലേ? നമ്മൾ ലൈഫിൽ ഈ കാലഘട്ടത്തിൽ എൻ്റെ കൊച്ചി 50 വയസ്സെന്നൊക്കെ പറയുമ്പോൾ 50 വയസ്സിന് ശേഷം നമുക്ക് ആയുസ് കിട്ടിയാൽ ബോണസ് എന്ന് പറഞ്ഞാൽ മതി അല്ലേ? അപ്പോൾ ഈ ബോണസ് നമ്മൾ മാക്സിമം സൂക്ഷിച്ചു വെച്ചില്ലെങ്കിൽ ശരിയാവില്ല. കിട്ടണ ഓരോ സെക്കൻഡ്സ് നമ്മൾ വളരെ ഹെൽത്തൊക്കെ വളരെ നോക്കണം. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടന്ന് ഓട്ടമല്ലായിരുന്നോ ലൈഫിലൊന്നും. ഒരു സമയം 9 സീരിയൽ എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊന്നും ചിന്തിക്കാൻ പോലും വയ്യ. ലൈഫ് ഒന്നും എൻജോയ് ചെയ്തിട്ടില്ല. ഇങ്ങനെ ലൊക്കേഷൻ, വീട്, പിന്നെ കൂടുതൽ യാത്രകൾ വണ്ടിയിലായിരിക്കും നമ്മള് അല്ലേ? വീട്ടിൽ കിടന്നുറങ്ങാൻ ടൈം കിട്ടില്ലല്ലോ. അവിടുന്ന് ഷൂട്ട് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് ഷൂട്ട് കഴിഞ്ഞ് രാത്രി ട്രെയിനിൽ കയറി ഇവിടെ എത്തുമ്പോഴത്തേക്ക് നേരം വെളുത്തിട്ടുണ്ടാവും അല്ലേ? പിന്നെ ഇവിടെ വന്ന് വീട്ടിലെ പണിയും കഴിഞ്ഞ് അടുത്ത ലൊക്കേഷനിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. നമ്മളിപ്പോ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളതൊന്നും ശ്രദ്ധിക്കാതെ പോയതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ ഫുഡൊന്നും നമ്മള് മര്യാദ എൻജോയ് ചെയ്ത് കഴിക്കാറുന്ന ടൈമില്ലല്ലോ. ഇങ്ങനെയുള്ള ഓട്ടം അല്ലായിരുന്നു. നമ്മളിപ്പോ നമ്മളെ ലൈഫിലെ ഏറ്റവും ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ആരോഗ്യം തന്നെയാണ്. ഏറ്റവും സൂക്ഷിക്കേണ്ടത് നമ്മളെ ആരോഗ്യം തന്നെയാണ്. നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ എവിടെയെങ്കിലും കടന്നു പോയിട്ട് നമ്മൾ മറ്റൊരാളോട് പരാതി പറഞ്ഞിട്ടുണ്ട്, അവർ പറയും ഞങ്ങൾ ചോദിച്ചോ, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞോ നിങ്ങളോട് നിങ്ങൾ ആരോഗ്യം ശ്രദ്ധിക്കാണ്ടിരിക്കാൻ, ഞങ്ങൾ പറഞ്ഞോ നിങ്ങളോട് അത് ചെയ്യണ്ടെന്ന്, അല്ലെങ്കിൽ ഇത് ചെയ്യണ്ടെന്ന്. അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് വിഷമം വരും. അപ്പം അങ്ങനെ ചോദിക്കാൻ അവസരം കൊടുക്കരുത്.